എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു ഹൽവയാണ് റെഡിയാക്കാൻ പോകുന്നത്. ഈ ഹൽവയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചോറാണ്. ചോറ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഹൽവ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് ചോറാണ് എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ കുത്തരി ചോറാണ്. അതിനുശേഷം നമ്മൾ അല്പം ശർക്കര എടുത്തിട്ടുണ്ട്. കൂടുതൽ കളറുള്ള ശർക്കര എടുത്തു കഴിഞ്ഞാൽ ഹൽവയ്ക്ക് കൂടുതൽ കളർ കിട്ടും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കളർ മിക്സ് ചെയ്തിട്ട് 2 ടൈപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഈ ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കാം. അത് ഞാൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇത് പാനിയായതിനു ശേഷം നമ്മളിത് അരിച്ചെടുക്കണം. അതിനുശേഷം ഞാനൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഈ ഹൽവയിൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് നമുക്ക് ചോറ് 1.5 ഗ്ലാസ് ചോറ് കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിൽ അരച്ചെടുത്തതാണിത്. അതിനുശേഷം നമ്മളൊരു പാത്രം ചൂടാക്കി അതിലേക്ക് ശർക്കരപ്പാനി അരിച്ച് ഒഴിക്കുവാണ്. അതിലേക്ക് നമ്മൾ ചോറ് മിക്സിയിൽ അരച്ചത് ചേർത്ത് കൊടുക്കുവാണ്. അതിനുശേഷം നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അതൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരിപ്പൊടി വെള്ളം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഓക്കെ, അതൊന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. കൂടുതൽ നെയ്യ് ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്ക് 2-3 സ്പൂൺ നെയ്യ് ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമ്മളിപ്പോൾ ചെയ്യുന്നത് കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുവാണ്. നല്ലൊരു ബ്രൗൺ കളർ ആകുവാനായിട്ട് ഒരു 5 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതിലേക്ക് അല്പം വെള്ളം ചേർത്ത് അതൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ, ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ ഹൽവയ്ക്ക് കളർ കൂടുതൽ കിട്ടാനായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. നല്ല ഡാർക്ക് ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ പഞ്ചസാര. അത് നമുക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ നല്ലവണ്ണം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല രീതിയിൽ നമുക്കിത് ഇളക്കാം. പഞ്ചസാര കൂടി ആഡ് ചെയ്തപ്പോൾ നല്ല രീതിയിലുള്ള കളറ് അതിന് കിട്ടിയിട്ടുണ്ട്. പഞ്ചസാര ചേർക്കണ്ട എന്നുള്ളവർക്ക് ചേർക്കണ്ട. ഇത് ഈ കളർ കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇത് നല്ലോണം ഒന്ന് കുറുകി വരുന്ന സമയത്ത്, അതായത് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്ന ഉള്ള രീതിയിൽ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട് അതിലേക്ക് പൊടിച്ച് ചേർക്കാം. കാഷ്യൂ നട്ടൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ആ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മളൊരു പാത്രത്തിൽ നെയ്യ് തടവി ഇതിലേക്കാണ് നമ്മൾ ഹൽവ സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. അതിന് താഴെയായിട്ട് ഞാൻ കുറച്ച് കാഷ്യൂ നട്ടെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീതായിട്ട് ഞാൻ ഈ ഒരു ഹൽവ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുവാണ്. നമുക്ക് ഏത് ഷേപ്പിലാണോ ഹൽവ കിട്ടേണ്ടത് ആ രീതിയിലുള്ള പാത്രം സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു പാത്രമാണ് സെലക്ട് ചെയ്തത്. ആ ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രമാണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം ഞാൻ നെയ്യ് തടവി ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുവാണ്. അതിനുശേഷം നമ്മളിത് തണുക്കാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അത് തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിതൊന്ന് പുറത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. തണുത്തതിന് ശേഷം, ഈ ഹൽവ തണുത്തതിന് ശേഷം നമ്മളൊരു കത്തി ഉപയോഗിച്ച് അത് പാത്രത്തിൽ നിന്ന് അകത്തി എടുക്കുകയാണ്. കത്തിയോ സ്പൂണോ വെച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ്. ഒരു പാത്രത്തിലേക്ക് നമുക്കതൊന്ന് കമിഴ്ത്തിയിടാം. വളരെ ടേസ്റ്റി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഹൽവ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ജസ്റ്റ് നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഹൽവ കിട്ടിയിരിക്കുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിലാണ് അത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ചോറ് ഉപയോഗിച്ച് വളരെ സോഫ്റ്റായിട്ട് ആ ചോറിൻ്റെ ഒരു ടേസ്റ്റ് പോലും നമുക്കറിയാത്ത രീതിയിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.